റൂഡിയെയും കസിൻസിനെയും കൂട്ടിക്കൊണ്ടു പോകാനായി മിനിസ്ട്രി വണ്ടി ഫാക്ടറിയിലേക്കെത്തി. ഭാര്യയോടും കുട്ടികളോടും യാത്ര പറഞ്ഞ് റൂഡി യുദ്ധത്തിനായി പോകുന്നു. യുദ്ധത്തിന് വേണ്ടിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ മിനിസ്ട്രി അവരുടെ ഫാക്ടറി കയ്യേറി. യുദ്ധത്തിന് സഹായിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഫാക്ടറി പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അവരെ കൊണ്ട് ആയുധം ഉണ്ടാക്കിച്ചത്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. റൂഡിയുടെ കൂടെ യുദ്ധത്തിന് പോയ കസിൻസ് യുദ്ധത്തിൽ മരണപ്പെടുന്നു. അവരുടെ മരണാനന്തര ചടങ്ങിലേക്ക് റൂഡി യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നു. റൂഡി മൂലമാണ് കുട്ടികൾ മരിച്ചതെന്ന് ചൊല്ലി ആഡിയുടെ ഭാര്യയും സഹോദരിയും റൂഡിയെ ശകാരിച്ച് പള്ളിയിൽ നിന്ന് മടങ്ങി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജർമ്മനിയെ ശത്രുരാജ്യം പിടിച്ചെടുത്തു. ജർമ്മനിയെ യുദ്ധത്തിന് ആയുധമുണ്ടാക്കാൻ സഹായിച്ച റൂഡിയുടെയും ആഡിയുടെയും ഫാക്ടറി ബോംബ് വെച്ച് തകർക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ ഞങ്ങൾ മിനിസ്ട്രിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആയുധങ്ങൾ നിർമ്മിച്ചതെന്നും ഞങ്ങളുടെ സ്വപ്നമാണ് ഈ ഫാക്ടറി എന്നും പറഞ്ഞ് ആഡി പട്ടാളത്തിന് മുമ്പിൽ യാചിച്ചു. എന്നാലും അവർ അതിന് സമ്മതിച്ചില്ല. ആഡിയും റൂഡിയും ചേർന്ന് ഫാക്ടറിയിൽ ഷൂ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിവിധ മെഷീൻസും മെറ്റീരിയൽസും എല്ലാം പട്ടാളത്തിന് കാട്ടിക്കൊടുത്തു. എന്നിട്ടും അവർ അവരുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല. പെട്ടെന്ന് കൈത്തിനൊരു കാര്യം ഓർമ്മ വന്നു. ഓടിപ്പോയി ഫാക്ടറിയിൽ നിന്ന് ഒരു ആൽബം എടുത്തുകൊണ്ട് കൈത്ത് വരുന്നു. അതിൽ ഒളിമ്പിക്സിൽ വിജയിച്ച ജെസി ഓവൻസിന്റെ കൂടെ ആടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കൈത്ത് പട്ടാളത്തിനെ കാണിക്കുന്നു. ഒളിമ്പിക്സ് വിജയിക്കാൻ കാരണം ആടി ഉണ്ടാക്കിയ ഷൂ കൊണ്ട് ഓടിയിട്ടാണെന്ന് കൈത്ത് പട്ടാളത്തിനോട് പറയുന്നു. ഇത് കേട്ടതും ഫാക്ടറി തകർക്കുന്ന തീരുമാനം പട്ടാളം പിൻവലിച്ചു. പകരം ഫാക്ടറിയുടെ മുകളിൽ അവരുടെ വീട്ടിൽ പട്ടാളം ഒരു ഓഫീസ് സ്ഥാപിച്ചു. ആഡിയുടെയും റൂഡിയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ആഡിയും റൂഡിയും ഇരുവരുടെ ഭാര്യമാരും ചേർന്ന് കടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. വഴക്കിനിടയിൽ ആഡിയുടെ മകനായ ഹോസ്റ്റ് റൂഡിക്ക് കൈത്തിലുണ്ടായ കുട്ടിയാണെന്ന് ഫ്രീഡൽ പറഞ്ഞു. ഒരു നിമിഷത്തേക്ക് ആടി നിശബ്ദനായി. അയാൾക്കത് വിശ്വസിക്കാനാകുന്നില്ല. പതിഞ്ഞ ശബ്ദത്തിൽ ആടി കൈത്തിനോട് സത്യം എന്താണെന്ന് ചോദിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹോസ്റ്റ് മുറിക്ക് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുറ്റബോധത്തോടെയുള്ള റൂഡിയുടെ മുഖം കണ്ട ആടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മുറിക്ക് പുറത്ത് നിൽക്കുന്ന ഹോസ്റ്റിനെ ആടി കണ്ടു. ഇരുവരും വിഷമത്താൽ കെട്ടിപ്പിടിക്കുന്നു. മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന കൈത്തിനെ കണ്ട ഹോസ്റ്റ് സങ്കടത്തിലും ദേഷ്യത്തിലും അവിടെ നിന്ന് ഓടിപ്പോയി. ആടിയോട് ഹോസ്റ്റ് നമ്മുടെ മകനാണെന്ന് കൈത്ത് കരഞ്ഞു പറയുന്നു. അവളുടെ കണ്ണിലേക്ക് ഒരു നിമിഷം നോക്കിയ ആടി അവളെ തട്ടിമാറ്റി പുറത്തേക്ക് നടന്നുപോയി. സങ്കടം സഹിക്കാനാകാത്ത ആദി ഫാക്ടറിയിൽ തൻ്റെ ടേബിളിനരികിലിരുന്ന് പൊട്ടിക്കരയാൻ ആരംഭിച്ചു. പിറ്റേന്ന് രാവിലെ പണിക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തുന്നു. ആഡിയും റൂഡിയും ചേർന്ന് മീറ്റിംഗിൽ ഡാസ്ലർ ബ്രദേഴ്സ് എന്ന ഈ കമ്പനി പിരിച്ചുവിടാൻ പോവുകയാണെന്ന് ആടി പറഞ്ഞു. ഞങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെന്നും ആടി കൂട്ടിച്ചേർത്തു. ഇന്നു മുതൽ ഇത് 2 കമ്പനി ആയിരിക്കുമെന്നും ആടി പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഇനി ആർക്കു വേണ്ടി പണിയെടുക്കണമെന്ന്. അഡോൾഫ് ഡാസ്ലറിന് വേണ്ടിയോ അതോ റുഡോൾഫ് ഡാസ്ലറിന് വേണ്ടിയോ എന്ന് റൂഡിയും പറയുന്നു. ഇങ്ങനെ പറഞ്ഞ് അവർ ആ മീറ്റിംഗ് പിരിച്ചുവിട്ടു. ഡാസ്ലർ ബ്രദേഴ്സ് പിരിഞ്ഞത് നാടെങ്ങും വാർത്തയായി. ആളുകൾക്കിടയിൽ ഡാസ്ലർ ബ്രദേഴ്സായി ചർച്ചാ വിഷയം. റൂഡിയുടെ ജോലിക്കാരും ആഡിയുടെ ജോലിക്കാരും ചേർന്ന് കമ്പനിയിലെ മെഷീനുകളെല്ലാം ഭാഗിച്ചെടുത്തു. അങ്ങനെ ഇരുവരും 2 വ്യത്യസ്തമായ ഷൂ കമ്പനികൾ കെട്ടിപ്പടുത്താൻ ആരംഭിക്കുന്നു.